ഗസ ഞെട്ടിക്കുന്ന മറ്റൊരു റിപ്പോർട്ട് കൂടി. ജൂൺ 24 ന്യൂയോർക്ക് ബുക്ക് റിവ്യൂവിൻ്റെ വെബ്സൈറ്റിൽ ഒരു കുറിപ്പ് വന്നു. നമ്മുടെ ലോകം യുദ്ധമേഖലകളിലെ കുട്ടികളോട് ചെയ്യുന്ന ക്രൂരതകളെ പറ്റിയാണ് അത്. അമേരിക്കയിൽ ഡോക്ടറും എഴുത്തുകാരിയുമായ മേരി തുർഫയുടെ ആ അനുഭവക്കുറിപ്പിൽ മറ്റൊരാൾ പങ്കുവെച്ച ഒരു കഥയുണ്ട്. കുഞ്ഞുങ്ങളുടെ ജീവിത വീക്ഷണത്തെ യുദ്ധം എങ്ങനെ മാറ്റുന്നു എന്ന് കാണിക്കുന്നത്. മേരി തുർഫ അതിൽ എഴുതുന്നു, ഞാൻ ബൈറൂത്തിലായിരുന്നപ്പോൾ മറ്റൊരു ഡോക്ടർ എന്നോട് ഗസയിൽ നിന്ന് ലെബനാനിലെത്തിയ ഒരു കുട്ടിയെപ്പറ്റി പറഞ്ഞു. ലെബനാനിൽ എത്തിയ ശേഷം ആ കുട്ടി പ്രായമായി കിടപ്പിലായിരുന്ന ഒരാൾ മരിച്ച വിവരം കേട്ടു. ആ കുട്ടിക്ക് അത് മനസ്സിലായില്ലത്രേ. അങ്ങനെയും ആളുകൾ മരിക്കുമോ എന്ന് അവന് അത്ഭുതം. പ്രായമായാൽ സ്വാഭാവികമായും മരിക്കുമെന്ന് അവന് പറഞ്ഞു കൊടുക്കേണ്ടി വന്നു. ഗസയിലെ കുട്ടിയല്ലേ, അവൻ ഒരൊറ്റ മരണകാരണമേ അറിഞ്ഞിരുന്നുള്ളൂ, ഇസ്രായേൽ. കുട്ടികളുടെ അനുഭവലോകം ഇങ്ങനെയൊക്കെയാണ്. ഗസയിൽ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ടെൻറ്റിൽ കുട്ടികൾക്ക് ക്ലാസ് തുടങ്ങി ഈ ഏപ്രിലിൽ. റിതാജ് റൈഹാൻ എന്ന കുട്ടി സന്തോഷത്തോടെ ആ സ്കൂളിലേക്ക് പോയി. അവളെ ഒരു ഇസ്രായേലി പട്ടാളക്കാരൻ വഴിക്ക് വെടിവെച്ച് കൊന്നു. കുട്ടികളെ കൊല്ലുകയോ എന്നാണ് ചോദ്യമെങ്കിൽ നിങ്ങൾ ഇസ്രായേലിനെ മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറയേണ്ടി വരും. കുട്ടികളെ പ്രത്യേകം നോട്ടമിട്ട് കൊന്നുകളയുന്ന ഭീകരരാണ് ഇസ്രായേൽ സേന. അതിപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു UN-ന്റെ അന്വേഷണ കമ്മീഷൻ കൂടി. നമ്മൾ മുൻപ് പലകുറി പറഞ്ഞ പോലെ UN-ൻ്റെതടക്കമുള്ള വിവിധ അന്വേഷണ കമ്മീഷനുകൾ, ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പോലുള്ള മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങൾ, ആംനസ്റ്റി, ഓക്സ്ഫാം, ബെയ്ത്സലേം, ഡോക്ടേഴ്സ് വിതൗട്ട് ബോർഡേഴ്സ് തുടങ്ങി പല അന്വേഷകർക്ക് പുറമെ ഇസ്രായേലി പട്ടാളക്കാർ തന്നെയും ഗസ കുരുതി മനഃപൂർവ്വം നടത്തുന്ന വംശഹത്യ തന്നെയെന്ന് സാക്ഷ്യപ്പെടുത്തിയതാണ്. പുതിയ റിപ്പോർട്ട് സ്ഥിരീകരിച്ചിരിക്കുന്നത് കുട്ടികളെ പ്രത്യേകമായി തന്നെ ഇസ്രായേൽ കൂട്ടക്കൊല ചെയ്യുന്നുണ്ട് എന്ന വസ്തുതയാണ്. ഇത് ജനസൈഡിൻ്റെ വംശഹത്യയുടെ ഒരു മുഖമെന്ന് ഇന്ത്യൻ ജഡ്ജി ശ്രീനിവാസൻ മുരളീധർ അധ്യക്ഷനായുള്ള അന്വേഷണ കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നു. The Commission found indisputable evidence with regards to the deliberate, targeted killing of Palestinian children, including since the October 2025 ceasefire, the use of torture, inhumane and degrading treatment, including use of sexual and gender-based violence against Palestinian children, as well as targeting of critical infrastructure essential to children such as orphanages, healthcare and educational facilities. ആസൂത്രിതമായി തന്നെ കുട്ടികളെ മർദ്ദിക്കുന്നു, പീഡിപ്പിക്കുന്നു, കൊല ചെയ്യുന്നു. 20,000-ലേറെ കുട്ടികളെ കൊന്നതിന് തെളിവുണ്ട്. 44,000-ലേറെ കുട്ടികൾക്ക് സാരമായ ദേഹക്ഷതമുണ്ട്. There has been a widespread and systematic killing and harming of children. Between 7th October 2023 and 7th October 2025, we have witnessed more than 20,000 children who've been killed and more than 44,000 children who've been injured. Children constitute 30% of all those killed in OPT, and the killing and injuring of children has been a continuing activity. ഇത്തരം റിപ്പോർട്ടുകൾ രാജ്യങ്ങൾക്കും നേതാക്കൾക്കും മേൽ ഒരു ബാധ്യത ചുമത്തുന്നുണ്ട്. ആ രാജ്യവുമായി സഹകരിക്കരുത് എന്ന ബാധ്യത, അതിനെ ഒറ്റപ്പെടുത്തുക എന്ന ചുമതല. അൽ ജസീറയുടെ 1 മണിക്കൂർ ദൈർഘ്യമുള്ള പുതിയ വീഡിയോയിൽ ഫലസ്തീൻകാരോട് ഇസ്രായേൽ ചെയ്യുന്ന പൈശാചിക കൃത്യങ്ങൾ വർണ്ണിക്കുന്നുണ്ട്. All charges against 5 soldiers accused of sexually abusing a Palestinian detainee at the Sde Tayman military prison in July 2024 have been dropped. Soldiers committing acts of sexual violence against Palestinians. They were raped, often more than once. Including minors. طبعاً كانت الظروف سيئة لدرجة ما حدا بتوقعها. Simply the lives of Palestinian children, it's worthless. The use of animals, the use of dogs. I never thought we will come to this. של בן אדם, זה לגיטימי? כן, אם הוא נוח'בה, הכל לגיטימי לעשות. אוקיי, הכל. മനുഷ്യത്വത്തിന്റെ നീതിയുടെ സകല സംവിധാനങ്ങളും തകർന്ന പോലെ. Every mechanism is failing. It's so incredible what Israel has done in the dark. Deliberately, intentionally, to be part of the genocide.
മനുഷ്യത്വമില്ലാത്ത ചെയ്തികളുടെ തെളിവുകൾ കുന്നുകൂടുന്നു. നീതി നടപ്പായി തുടങ്ങിയില്ല. ലോകരാജ്യങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും ചുരുങ്ങിയ മനുഷ്യത്വം ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തുക എന്നതാണ്. ഫലസ്തീൻകാരെ കൂട്ടക്കൊല ചെയ്യുന്നു, പട്ടിണിക്കിടുന്നു, കിരാതമായ കോൺസെൻട്രേഷൻ ക്യാമ്പാക്കി മാറ്റുന്നു. ഇത് കണ്ടും കേട്ടും അറിഞ്ഞും നമുക്കെങ്ങനെ നിർവികാരരാകാൻ കഴിയും? ലോകം തിരിച്ചറിയുന്നുണ്ട്, മനുഷ്യത്വമുള്ളവർ തിരിച്ചറിയുന്നുണ്ട്. ഇത് നെതർലൻഡ്സിൽ ഫലസ്തീനിലെ കുഞ്ഞു രക്തസാക്ഷികളുടെ ഓർമ്മയ്ക്ക്. ഇസ്രായേൽ പ്രത്യേകം ലക്ഷ്യമിട്ട് കൊല്ലുന്ന ഒരു വിഭാഗം കുട്ടികളാണെങ്കിൽ മറ്റൊന്ന് ജേർണലിസ്റ്റുകളാണ്. Tears are filling up their glasses. No expression, no expression. Hide my head, I wanna drown my sorrow. No tomorrow. അവരെയും ലക്ഷ്യമിട്ട് കൊല്ലുന്നു, തടവിലിട്ട് പീഡിപ്പിക്കുന്നു. ഈ ചിത്രത്തിലുള്ളത് ഒരേ ആളാണ്, ഫലസ്തീൻ ജേർണലിസ്റ്റ് മുജാഹിദ് അബു മുഫ്ലഹ്. 14 മാസത്തെ ഇസ്രായേലി തടവ് മൂലമുണ്ടായതാണ് ഈ മാറ്റം. ഭക്ഷണം വല്ലപ്പോഴും, കുറച്ച് മാത്രം, ഉറക്കം കുറവ്, തലക്കേറ്റ പരിക്ക് കാരണം തലയോട്ടി ഒരു ഭാഗം എടുത്തു കളഞ്ഞു. ഇവർ കഴിഞ്ഞയാഴ്ച ഇസ്രായേൽ വധിച്ച അൽ ജസീറ ക്യാമറമാൻ അഹമ്മദ് വഷാഹും 2.5 മാസം മുൻപ് ഇസ്രായേൽ വധിച്ച സഹോദരൻ മുഹമ്മദും. ഇസ്രായേലിൻ്റെ കുറ്റങ്ങൾ ലോകം കാണുന്നത് ഇവരിലൂടെയാണ്. അതുകൊണ്ട് അവരെ ഇല്ലാതാക്കണം. പക്ഷെ അവർ ക്യാമറ കൊണ്ട് പൊരുതുക തന്നെയാണ്. ഇസ്രായേൽ വധിച്ച റിപ്പോർട്ടറുടെ മകൾ പിതാവിൻ്റെ ജോലി ഏറ്റെടുത്ത് ഇറങ്ങിയിരിക്കുന്നു. ഇത് റിപ്പോർട്ടർ മുഹമ്മദ് വഷാഹിൻ്റെ മകൾ സുമയ്യ. إن أطفأتم كاميرا فسنشغل آلاف الكاميرات. ഗസയിൽ കുട്ടികൾ കൊല ചെയ്യപ്പെടുമ്പോൾ കൊലയാളിയെ ഒറ്റപ്പെടുത്താത്തവരെ പറ്റി ലജ്ജിക്കാം. ജേർണലിസ്റ്റുകൾ കൊല്ലപ്പെടുമ്പോഴും കൊലയാളിയുടെ പക്ഷം ചേർന്ന് സത്യം മറച്ചു പിടിക്കുന്ന മാധ്യമങ്ങളെ ഓർത്തും ലജ്ജിക്കാം.